കാണാതായ അമുസ്ലിം കുട്ടികളെ പാർപ്പിച്ചിരിക്കുന്നത് മദ്രസകളിൽ. ഇങ്ങനെ മദ്രസകളിൽ പാർപ്പിച്ചിരിക്കുന്ന കുട്ടികളെ മതം മാറ്റിയാണ് ഇവിടെ പാർപ്പിക്കുന്നത് എന്ന ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ. മദ്രസകളിൽ പാർപ്പിക്കപ്പെട്ട ഹിന്ദു ഇതര മതവിഭാഗങ്ങളിൽപ്പെട്ട കുട്ടികളുടെ മൗലിക അവകാശ ലംഘനങ്ങൾ നടക്കുന്നുണ്ട്. ഇതിൽ ആശങ്ക അറിയിച്ച ദേശീയ ബാലാവകാശ കമ്മീഷൻ രംഗത്ത്. ഭരണഘടന വിഭാവനം ചെയ്യുന്ന നിയമങ്ങൾക്ക് പുറത്തുള്ള ഇസ്ലാമിക മതവിദ്യാഭ്യാസമാണ് മദ്രസകൾ നൽകുന്നത്. ഇവിടെ പാർപ്പിക്കപ്പെടുന്ന മുസ്ലിം വിഭാഗത്തിലെ കുട്ടികൾ നിർബന്ധിത മതവിദ്യാഭ്യാസത്തിന് വിധേയമാകുന്നുണ്ടെന്ന് ദേശീയ ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷ പ്രിയാങ്ക് കനൂൻഗോ പറയുന്നു. സാമൂഹ്യമാധ്യമമായ എക്സിൽ പങ്കുവച്ചൊരു കുറിപ്പിലാണ് പ്രിയാങ്ക് ഈ വിഷയം ഉന്നയിച്ചത്. മദ്രസകൾ ഇസ്ലാമിക മതപഠനത്തിനുള്ള കേന്ദ്രങ്ങളാണ് എന്നതിൽ തർക്കമില്ല. അവ ഭരണഘടന നിഷ്കർഷിക്കുന്ന വിദ്യാഭ്യാസാവകാശ നിയമത്തിന് പുറത്താണ്. ഹിന്ദു ഇതര മതസ്ഥരായ കുട്ടികളെ ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത് ഭരണഘടനയുടെയും അവരുടെ മൗലികാവകാശങ്ങളുടെയും ലംഘനമാണിത്. സമൂഹത്തിൽ മതവിദ്വേഷം വളർത്താനുള്ള നീക്കമാണിത് എന്ന് ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു. അമുസ്ലിം വിദ്യാർത്ഥികൾക്ക് ഇസ്ലാമിക വിദ്യാഭ്യാസം നൽകുന്നത് ആർട്ടിക്കിൾ 28(3) ലംഘനമാണ് എന്നും NCPCR UP ന്യൂനപക്ഷ കാര്യത്തിനും വഖഫ് വകുപ്പിനും കഴിഞ്ഞ വർഷം ഡിസംബറിൽ വിജ്ഞാപനം പുറപ്പെടുവിച്ചതിനെ തുടർന്നാണ് വിവാദം ആരംഭിച്ചത്. ഇത്തരത്തിൽ പാർപ്പിച്ചിരിക്കുന്ന ഹിന്ദു കുട്ടികളെ സ്കൂളുകളിലേക്ക് പ്രവേശിപ്പിക്കണമെന്നാണ് പ്രിയാങ്ക സംസ്ഥാന സർക്കാരുകളോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. കൂടാതെ മുസ്ലിം കുട്ടികൾക്ക് മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭരണഘടന നിഷ്കർഷിക്കുന്ന അടിസ്ഥാന വിദ്യാഭ്യാസവും ഉറപ്പാക്കണം. ഇത് സംബന്ധിച്ച് ഉത്തർപ്രദേശ് സർക്കാരിന് വേണ്ടി ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കിയിരുന്നു. എന്നാൽ മുസ്ലിം സംഘടനകൾ ഇതിനെ വളച്ചൊടിക്കുകയും സമൂഹത്തിൽ തെറ്റായ പ്രചരണം നടത്തുകയും ചെയ്തു. ഉത്തർപ്രദേശിലെ ഗ്രാമങ്ങളിൽ നിന്നും കാണാതായ ഹിന്ദു കുട്ടികളെ മതപരിവർത്തനം നടത്തി മദ്രസകളിൽ പാർപ്പിച്ചതായി കണ്ടെത്തിയ പത്രക്കുറിപ്പ് പങ്കുവച്ചായിരുന്നു ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷ പോസ്റ്റ്. മദ്രസകളിൽ പഠിക്കുന്ന മുസ്ലിം കുട്ടികളെ അന്വേഷണത്തിന് ശേഷം മറ്റ് സ്കൂളുകളിൽ പ്രവേശിപ്പിക്കാനും കമ്മീഷൻ ശുപാർശ ചെയ്തിരുന്നു. NCPCR ചെയർപേഴ്സൺ പ്രിയങ്ക കനൂൻഗോ 2022 ഡിസംബർ 8 എല്ലാ ചീഫ് സെക്രട്ടറിമാർക്കും എഴുതിയ കത്തിലായിരുന്നു ഈ തീരുമാനം അറിയിച്ചത്. മുസ്ലിം സമുദായത്തിൽപ്പെട്ട കുട്ടികൾ സർക്കാർ ധനസഹായമോ അംഗീകൃതമായ മദ്രസകളിൽ പഠിക്കുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി ചില സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും അവർക്ക് സ്കോളർഷിപ്പ് നൽകുന്നുണ്ട് എന്നും കമ്മീഷൻ മനസ്സിലാക്കുന്നു. ഇത് കുട്ടികളെ ബാധ്യതപ്പെടുത്തുന്നതിൽ നിന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ വിലക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ വ്യക്തമായ ലംഘനവുമാണ്. മാതാപിതാക്കളുടെ സമ്മതമില്ലാതെ ഏതെങ്കിലും മതപരമായ പ്രബോധനത്തിൽ പങ്കെടുക്കാൻ അവരെ പ്രേരിപ്പിക്കുകയാണ്. മദ്രസകൾ സ്ഥാപനങ്ങൾ എന്ന നിലയിൽ കുട്ടികൾക്ക് മതവിദ്യാഭ്യാസം നൽകുന്നതിന് പ്രാഥമികമായ ഉത്തരവാദികളാണെന്ന് കമ്മീഷൻ പറയുന്നു. സർക്കാർ ധനസഹായമോ അംഗീകാരമോ ഉള്ള മദ്രസകൾ കുട്ടികൾക്ക് മതപരവും ഒരു പരിധിവരെ ഔപചാരികവുമായ വിദ്യാഭ്യാസം നൽകുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അതേസമയം അമുസ്ലിം വിദ്യാർത്ഥികളെ കണ്ടെത്തി അവരെ മദ്രസയിൽ നിന്നും മാറ്റി പാർപ്പിച്ച് മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് മാറ്റുന്നതിനായി പരിശോധന നടത്താനുള്ള നിർദ്ദേശം UP MEB ഏകകണ്ഠമായി നിരസിച്ചതിനു തൊട്ടു പിന്നാലെ കമ്മീഷൻ സംസ്ഥാന സർക്കാരിന് 3 ദിവസത്തിനകം റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് അയച്ചു. ഉത്തർപ്രദേശ് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ അംഗം ശുചിത ചതുർവേദി മദ്രസകൾ ആക്രമിക്കുകയും മുസ്ലിം കുട്ടികൾ മദ്രസകളിൽ പഠിക്കുന്നത് അന്യായമാണെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. ചില പഴയ കാര്യങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ ഹിന്ദു രാജാക്കന്മാർ ഭരിച്ച ഹിന്ദു പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ ഇതര മതസ്ഥരായ പൗരന്മാരും ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവർക്കും ഒരുപോലെ നീതി ലഭിച്ചിരുന്നു. ചിലപ്പോഴെല്ലാം ഈ രാജാക്കന്മാർ തമ്മിൽ പോരടിച്ചു. പരാജയവും വിജയവും മാറി മാറി സംഭവിച്ചു. എന്നാൽ ആ നൂറ്റാണ്ടുകളിലൊന്നും ഒരു ഹിന്ദു ഭരണാധികാരിയും ഒരു ക്ഷേത്രമോ വിഗ്രഹമോ തച്ചു തകർത്തതിന്റെ ചരിത്രമില്ല. വിജയിച്ച രാജാക്കന്മാർ പുതിയ ക്ഷേത്രങ്ങൾ പണിതു. ഒരിക്കൽ വിഷ്ണുവിനെ ആരാധിച്ചിരുന്നിടത്ത് ശിവനെ അല്ലെങ്കിൽ പിൽക്കാലത്ത് മറ്റു ദൈവങ്ങളെ ആരാധിച്ചു പോന്നു. ഒരിക്കലും ഒരു രാജാവ് ഒരു ക്ഷേത്രം അല്ലെങ്കിൽ ഒരു വിഗ്രഹം തകർക്കുന്ന സംഭവം ഉണ്ടായിട്ടില്ല. ഇതായിരുന്നു നമ്മുടെ സംസ്കാരം. എല്ലാ വിശ്വാസങ്ങളെയും തുല്യമായി പരാമർശിക്കുന്നതാണ് നമ്മുടെ ദർശനം. എന്നിട്ടും മതേതരത്വം ഭീഷണിയിലാണ് എന്ന് ചിലർ കുറ്റപ്പെടുത്തുന്നു. ഇങ്ങനെ കുറ്റപ്പെടുത്താൻ ഇവരൊക്കെ ആരാണ്? മുസ്ലിങ്ങൾ ഇവിടെ വരും മുൻപ് തന്നെ, ക്രിസ്ത്യാനികൾ ഇവിടെ കാലുകുത്തും മുൻപ് തന്നെ ഭാരതം മതേതരമാണ്. അവർ വന്ന ശേഷമാണ് ഭാരതം മതേതരമായത് എന്ന് കരുതുന്നത് ശരിയല്ല. അവർ വന്നത് അവരുടെ ആരാധനാ വിശ്വാസങ്ങളുമായിട്ടാണ്. എങ്കിലും അവർക്കും മാന്യവും ബഹുമതിയും നൽകി സ്ഥാനം കൊടുത്തു. അവരുടെ വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച് ഈശ്വരനെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകി. അവരെ ബലം പ്രയോഗിച്ച് മതപരിവർത്തനം നടത്താൻ ആരും ശ്രമിച്ചില്ല. കാരണം അത് ഭാരതീയന്റെ മതസമ്പ്രദായമായിരുന്നില്ല, നമ്മുടെ സംസ്കാരമായിരുന്നില്ല. അതുകൊണ്ട് പ്രയോജനമുണ്ട് എന്നും കരുതിയിരുന്നില്ല. എന്നാൽ ഇന്ന് മറിച്ചാണ് കാര്യങ്ങൾ നടന്നു വരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ.